വികസന സ്വപ്നമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം ജനുവരി 24 നടക്കും. വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2024 ഡിസംബർ 3 വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ച തുറമുഖത്ത് ഇതിനോടകം തന്നെ ലോകത്തിലെ കൂറ്റൻ മദർഷിപ്പുകൾ വന്നെത്തിയത് വലിയ സവിശേഷതയാണ്. നിശ്ചയിച്ച ടാർഗറ്റിനപ്പുറത്തേക്ക് വളരാൻ വിഴിഞ്ഞത്തിന് സാധിച്ചു എന്നത് ഏറെ അഭിമാനകരമായ നേട്ടമായാണ് സർക്കാർ വിലയിരുത്തുന്നത് എന്ന് മന്ത്രി വി.എൻ. വാസവൻ വ്യക്തമാക്കി. പ്രകൃതിദത്തമായ ആഴവും ഭൂപ്രകൃതിയും ഒത്തിണങ്ങിയ വിഴിഞ്ഞം തുറമുഖം ലോകത്തിലെ തന്നെ മികച്ച തുറമുഖങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. ആദ്യ കരാർ പ്രകാരം 2025 എത്തേണ്ടിയിരുന്ന പദ്ധതിയുടെ പൂർണ്ണത പുതുക്കിയ കരാർ അനുസരിച്ച് 2028 കൈവരിക്കാൻ സാധിക്കും. ഏകദേശം 10,000 കോടിയോളം ചെലവ് വരുന്ന ഈ ബൃഹത് പദ്ധതി കരാർ പ്രകാരം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ അദാനി ഗ്രൂപ്പ് മുന്നോട്ട് വന്നിട്ടുണ്ട്. നിലവിൽ കണ്ടെയ്നറുകളുടെ മാർഗമുള്ള നീക്കത്തിനായി അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം താൽക്കാലികമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിൽ വൻ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന വിഴിഞ്ഞം പദ്ധതി 2028 അതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് മാറുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആശങ്കകൾക്ക് വളരെ വേഗം പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റിന്റെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തുറമുഖം വരണം, വികസനം വരണം, മത്സ്യത്തൊഴിലാളികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാടാണ്. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തിന് യാതൊരു തടസ്സവും ആശങ്കയും ഉണ്ടാവില്ലെന്നും മന്ത്രി വി. ശിവൻകുട്ടിയും വ്യക്തമാക്കി. നമ്മുടെ എല്ലാ അഭിമാനകരമായ പദ്ധതി അത്യുജ്വലമായ വിജയമാക്കി തീർക്കാൻ സാധിക്കണമെന്നും എം. വിൻസെന്റ് എം.എൽ.എയും പ്രതികരിച്ചു. ഇപ്പോഴുള്ളതിന്റെ 5 ഇരട്ടി കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ് 3 വർഷത്തിനുള്ളിൽ കൈവരിക്കുക. 2028 പൂർത്തിയാകുന്ന 10,000 കോടി രൂപയുടെ രണ്ടാം ഘട്ട വികസനം പൂർത്തിയാകുമ്പോൾ വാർഷിക കണ്ടെയ്നർ കൈകാര്യം ചെയ്യൽ ശേഷി 10 ലക്ഷം TU-വിൽ നിന്ന് 50 ലക്ഷം TU ആയി വർദ്ധിക്കും. എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതൽ തുകയുടെ വികസനം വിഴിഞ്ഞത്തുണ്ടാകും. 24 ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുമെങ്കിലും കഴിഞ്ഞ നവംബറിൽ തന്നെ വിഴിഞ്ഞം രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. രണ്ടാം ഘട്ട വികസനം വിഴിഞ്ഞം തുറമുഖത്തെ സാധാരണ കണ്ടെയ്നർ ടെർമിനൽ എന്നതിനപ്പുറം കയറ്റുമതി ഇറക്കുമതി രംഗങ്ങളിൽ മേൽക്കൈ നേടാൻ പ്രാപ്തമാക്കും. അതിനുള്ള കസ്റ്റംസ് അനുമതികൾ അവസാന ഘട്ടത്തിലാണ്. 1 മാസത്തിനുള്ളിൽ ഇവ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അതോടെ രാജ്യത്ത് ഇറക്കുമതി ചെയ്യേണ്ട കണ്ടെയ്നറുകൾ എത്തിക്കാനും ഇവിടെ നിന്ന് കണ്ടെയ്നറുകൾ കയറ്റുമതി ചെയ്യാനും കഴിയും. റോഡ് മാർഗമുള്ള കണ്ടെയ്നർ നീക്കവും ഉണ്ടാകും. ക്രൂസ് ടെർമിനൽ കൂടി വരുന്നതോടെ വൻകിട യാത്രാ കപ്പലുകൾക്കും വിഴിഞ്ഞത്ത് അടുക്കാൻ സാധിക്കും. കേരളത്തിലെ വിനോദസഞ്ചാര രംഗത്ത് വലിയ കുതിപ്പേകുന്നതിനൊപ്പം സാമ്പത്തിക വളർച്ചയ്ക്കും വഴിയൊരുങ്ങും. രണ്ടാം ഘട്ടത്തിൽ നിർമ്മിക്കുന്ന ലിക്വിഡ് ടെർമിനൽ പൂർത്തിയാകുന്നതോടെ വൻ കപ്പലുകൾക്ക് ദീർഘദൂര യാത്രയ്ക്കിടയിൽ ഇന്ധനം നിറയ്ക്കാൻ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്താം. നിലവിൽ വമ്പൻ തുറമുഖങ്ങളിൽ മാത്രമേ ഈ സൗകര്യമുള്ളൂ. ഇത് സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തെ കാര്യമായി സഹായിക്കും. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്കിടയിൽ രാജ്യാന്തര കപ്പൽ പാതയ്ക്ക് സമീപത്ത് നിന്ന് ഇന്ധനം നിറയ്ക്കാൻ സൗകര്യമുള്ളതിനാൽ കൂടുതൽ കപ്പലുകൾ വിഴിഞ്ഞത്തെ ആശ്രയിക്കും. വിഴിഞ്ഞം രണ്ടാം ഘട്ട വികസനത്തിനായി അധിക ഭൂമി ഏറ്റെടുക്കേണ്ടി വരില്ലെന്നതാണ് നേട്ടം. 55 ഹെക്ടർ ഭൂമി കടൽ നികത്തിയെടുക്കും. കണ്ടെയ്നർ യാർഡ് വികസിക്കുന്നതോടെ ഒരേ സമയം യാർഡിൽ സൂക്ഷിക്കാവുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം 35,000-ൽ നിന്ന് 1,00,000 വരും. ആകെ ക്രെയിനുകളുടെ എണ്ണം 100 ആകും. ഇതിൽ 30 ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും 70 യാർഡ് ക്രെയിനുകളും ഉണ്ടാകും. 800 മീറ്റർ ബർത്ത് എന്നത് 2 കിലോമീറ്റർ ആകും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ട്രെയിറ്റ് ബർത്ത് തുറമുഖമാകുന്നതോടെ ഒരേ സമയം 4 മദർഷിപ്പ് വിഴിഞ്ഞത്ത് അടുപ്പിച്ച് ചരക്ക് കൈമാറ്റം നടത്താനാകും. പുലിമുട്ടിന്റെ നീളം 4 കിലോമീറ്റർ ആകും. പുതുതായി ഷിപ്പിംഗ് കമ്പനികളും ലോജിസ്റ്റിക് കമ്പനികളും വിഴിഞ്ഞത്തേക്ക് എത്തുന്നതിനനുസരിച്ച് തൊഴിലവസരങ്ങളും വർദ്ധിക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ അടുത്ത ഘട്ട വികസനം പൂർത്തിയാക്കി കയറ്റുമതി തുടങ്ങുന്നതോടെ തലസ്ഥാനം ആഗോള വിപണിയുമായി ബന്ധിപ്പിക്കപ്പെടും. കയറ്റുമതി ആരംഭിക്കുന്നതോടെ കൃഷിയും അനുബന്ധ മേഖലകളും വഴി ആഗോള വിപണി ബന്ധങ്ങൾ ശക്തിപ്പെടുമെന്ന് നിയമസഭയിൽ ഗവർണർ നടത്തിയ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിരുന്നു. അടുത്ത ഘട്ട വികസനം പൂർത്തിയാകുന്നതോടെ തീരദേശ ചരക്ക് നീക്കം മെച്ചപ്പെടുമെന്നും വിഴിഞ്ഞത്തെ ചരക്ക് നീക്കത്തിനുള്ള പ്രത്യേക ഇടനാഴികളുമായും സംയോജിപ്പിക്കുമെന്നും നയപ്രഖ്യാപനത്തിലുണ്ട്. സർക്കാർ നിർമ്മിക്കുന്ന 2 ക്രൂയിസ് വെസലുകൾ വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചി, ബേപ്പൂർ, അഴീക്കൽ എന്നിവിടങ്ങളിലേക്ക് തീരദേശ ക്രൂയിസ് സേവനങ്ങൾ തുടങ്ങുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.